രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നാലെ ഡോക്ടർ സൗമ്യ സരിനെതിരെ സൈബർ അധിക്ഷേപം. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് ഡോക്ടർ സൗമ്യ സരിൻ പറഞ്ഞു. ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇതൊന്ന് നോക്കുക. ഇനി ഇത് മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ ഉള്ളതിന് നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതിൽ പല നമ്പറുകളും അബ്രോഡാണ്, ബഹറിൻ നിന്നൊക്കെയുള്ള നമ്പറുകളാണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് സരിൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ നാട്ടിലേക്ക് വരുന്നുണ്ട്. എനിക്ക് സെഷൻ ഉണ്ട് 24-ാം തീയതി കോഴിക്കോട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കേസ് കൊടുക്കും. അത് ഏതറ്റം വരെ പോകാനും തീരുമാനിച്ചിട്ട് തന്നെയാണ്. കാരണം ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ സൈബർ അറ്റാക്കിന്റെ പുറകെ പോവുകയാണെങ്കിൽ എനിക്ക് അതിനെ സമയം ഉണ്ടാവും. ഇപ്പോൾ 3 പേരല്ലേ മുന്നോട്ട് വന്നത്, ഒരു 4ാമത്തെ ആൾക്ക് കൂടി മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യമാവുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, അതിരൂക്ഷമായ സൈബർ അധിക്ഷേപമാണ് ഈ രാഹുൽ ആർമി എന്നൊക്കെയുള്ള പേജുകളിൽ നിന്നും ഡോക്ടർ സൗമ്യ സരിനെതിരെ ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു FB പോസ്റ്റും സൗമ്യ അതിനോടകം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ചില വാട്സാപ്പ് സ്റ്റാറ്റസുകൾ, വാട്സാപ്പ് മെസ്സേജുകളൊക്കെ തന്നെ സഹിതമാണ് ആ പോസ്റ്റ് എന്നും അറിയാൻ കഴിയുന്നു. എന്താണ്, ഏത് രീതിയിലാണ് സൗമ്യ ഇതിനെതിരെ നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്? സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല പ്രജൻ, ഡോക്ടർ സൗമ്യ സരിന്റെയും അതുപോലെ തന്നെ ഡോക്ടർ സരിന്റെയും നമ്പറിലേക്ക് വാട്സാപ്പ് സന്ദേശങ്ങളായും വാട്സാപ്പ് കോളുകളായും ഒക്കെ ഇത്തരത്തിലുള്ള അശ്ലീല സന്ദേശങ്ങളും സൈബർ അധിക്ഷേപവും വരുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ അതിജീവിത ഇത്തരത്തിൽ സൗമ്യ സരിനാണ് എന്ന തരത്തിലുള്ള പ്രചാരണമാണ് വലിയൊരു വിഭാഗം രാഹുൽ ആർമി എന്ന പേരിലടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത തോതിൽ ഷെയർ ചെയ്തു പോകുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നാണ് സൗമ്യ സരിൻ പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇത് ഇത്തരത്തിലൊരു അതിജീവിത ഉണ്ടെങ്കിൽ അത്തരത്തിൽ കൂടുതൽ അതിജീവിതമാർക്ക് തുറന്നു പറയാനുള്ള അവസരം അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുകയാണ് ഇതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുയായികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നിയമപരമായ നടപടികളിലേക്ക് അവർ കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പരാതി നൽകും. അത് ഡോക്ടർ സരിനുമായി ആലോചിച്ച് സരിൻ ചെയ്യുന്നുണ്ട് എന്നാണ് സൗമ്യ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ 24-ന് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് കോഴിക്കോട് അവർ എത്തുന്നുണ്ട്. ആ സമയത്ത് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകാനാണ് തീരുമാനം. കൂടുതൽ അതിജീവിതമാർ രംഗത്ത് വരട്ടെ എന്നാണ് പറയുന്നത്. ഈ ഒരു കേസിൽ അതിജീവിത എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയല്ല വേണ്ടത്, അതൊരു അഭിമാനമാണ്. പക്ഷേ മറ്റേതെങ്കിലും തരത്തിൽ സൈബർ അധിക്ഷേപം എന്ന തലത്തിലേക്ക് പോകുമ്പോൾ അത് ആളുകളെ ഭയപ്പെടുത്താനാണ്, അതിനനുവദിക്കില്ല എന്നാണ് ഡോക്ടർ സൗമ്യ സരിന്റെ നിലപാട്. ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.